തിരികെ 24 ബ്രേക്കിംഗിലേക്ക് അല്പസമയം മുൻപാണ് എറണാകുളം കളമശ്ശേരി കൈപ്പട മുകളിൽ വലിയ തീപിടുത്തമുണ്ടായത്. ഹണ്ടൈ ഷോറൂമിനാണ് തീപിടിച്ചത്. തീ അണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് നിലവിൽ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, സർവീസ് സ്റ്റേഷന് പിൻവശത്താണ് തീപിടുത്തമുണ്ടായത്. സ്ക്രാപ്പ് സൂക്ഷിക്കുന്ന ഇടമാണ്, ജീവനക്കാരിൽ ഉണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നൽകാനുള്ള വിശദാംശം എന്താണ്? തീ പൂർണ്ണമായും അണച്ചിട്ടില്ല എന്ന് തോന്നുന്നു, അല്ലേ? കാർ ഷോറൂമിനാണ് കൈപ്പട മുകളിൽ തീപിടിച്ചത്. അല്പസമയം മുൻപാണ് തീപിടുത്തമുണ്ടായത്. സർവീസ് സ്റ്റേഷന് തൊട്ടടുത്താണ് തീപിടുത്തമുണ്ടായത്. അവിടെ ജീവനക്കാർ ആ സമയത്തുണ്ടായിരുന്നില്ല. അതിന് പരിസരത്തുണ്ടായിരുന്നവർക്ക് തീപിടുത്തം അറിഞ്ഞ സമയം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോൾ 2 യൂണിറ്റ് ഫയർ ഫോഴ്സ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ 2 യൂണിറ്റുകൾ അവിടെ സേവനം നൽകുന്നുണ്ട്. തീ പൂർണ്ണമായും ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. തീ പടരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. തൊട്ട് ചേർന്ന് കടകളുണ്ട്. പക്ഷേ അതൊക്കെയുള്ള സാധ്യതകളെല്ലാം ഇപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അങ്ങോട്ടേക്ക് എത്തി അതെല്ലാം നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്ന് കരുതുന്നു. പക്ഷേ തീ പൂർണ്ണമായിട്ടും അണഞ്ഞിട്ടില്ല. നിതിൻ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? അനുജ, എന്തായാലും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. ഈ സർവീസ് സ്റ്റേഷന്റെ പിൻവശത്ത് തീ ഇപ്പോഴും പടരുന്നുണ്ട്. അത് നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ എന്തായാലും ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നും നടന്നു വരികയാണ്. തൃക്കാക്കരയിലെ 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘമാണ് ഇവിടെ തീ എന്തായാലും നിയന്ത്രണ വിധേയമാക്കുന്നത്. നമുക്കറിയാം, സർവീസ് സ്റ്റേഷന്റെ പിൻവശത്ത് പാഴ്വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്താണ് ഈ തീപിടുത്തമുണ്ടായത്. നമ്മൾ ഇവിടുത്തെ ഒരാളോട് സംസാരിച്ചു. പക്ഷേ എന്തായാലും ഈ തീ പടർന്ന ഉടൻ തന്നെ ഇവിടുന്ന് ആളുകൾ ഒഴിഞ്ഞു എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ വിവരം പുറത്ത് ഫയർഫോഴ്സിനെയും അതോടൊപ്പം തന്നെ നാട്ടുകാരെയും അറിയിച്ചതിനെ തുടർന്ന് തീ പടരാതിരിക്കാനുള്ള നടപടികൾ എന്തായാലും ഈ ഹുണ്ടായിലെ ജീവനക്കാരും അതോടൊപ്പം തന്നെ നാട്ടുകാരും സ്വീകരിച്ചിരുന്നു. ഉടൻ തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ഈ ഒരു പ്രദേശത്ത്, അതായത് ഫയർഫോഴ്സ് സർവീസ് സ്റ്റേഷന്റെ പിൻവശത്ത് ഇപ്പോൾ തീ പടരുന്നുണ്ട്. അത് നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് ഈ സർവീസ് സ്റ്റേഷനിൽ തീപിടുത്തമുണ്ടായത്. ജീവനക്കാർ അടക്കം ഈ അപകട സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ആശ്വാസകരമായ ഒരു കാര്യം, ഉടൻ തന്നെ ആളുകൾ ഇവിടുന്ന് ഒഴിഞ്ഞുപോയി. മറ്റ് കാഷ്വാലിറ്റീസ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഏതൊക്കെ തരത്തിലുള്ള നാശനഷ്ടം സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അല്പസമയത്തിനകം വിവരം ലഭ്യമാവുകയുള്ളൂ. ഈ ഫയർഫോഴ്സിന്റെ കൂടുതൽ സംഘം ഒരുപക്ഷെ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഇവിടെ എത്തുമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഏതാണ്ട് ഏറെക്കുറെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു. പക്ഷേ ഇപ്പോഴും ചില സ്ഥലത്ത് തീ നിലനിൽക്കുന്നുണ്ട്. അത് നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികളാണ് നടന്നു വരുന്നത്. ഏതാണ്ട് എത്ര മണിക്കൂടിയാണ് ഈ അപകടം സംഭവിച്ചത്? അപ്പോൾ എനിക്ക് അറിയില്ല, കറക്റ്റ് അറിയില്ല. എന്തായാലും ഹുണ്ടായിൽ അരമണിക്കൂറായിട്ടില്ല. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ജീവനക്കാർ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരിക്കും? ഒന്നും സംഭവിച്ചിട്ടില്ല. ശരി. സ്ക്രാപ്പ് ഇത് അട്ടിട്ട് വെച്ചേക്കായിരുന്നു, കാർഡ് ബോർഡ്സ്. അപ്പോൾ അപ്പുറത്തെ പറമ്പിൽ തീയിട്ടതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തീ വരാനേ സാധ്യത, അല്ലാതെ ഇവിടെ തീ വരാൻ സാധ്യതയില്ല. എന്തായാലും തൊട്ടടുത്തുള്ള ഒരു തീ ഈ പറമ്പിൽ വൃത്തിയാക്കുന്നതിനിടയിൽ അവിടെ തൊട്ടടുത്തുള്ള തീയാണ് ഇവിടത്തേക്ക് പടർന്നതെന്ന് മനസ്സിലാക്കുന്നു. അല്ലാതെ മറ്റ് സാധ്യതകളില്ല എന്നാണ് ഇവിടുത്തെ ജീവനക്കാർ വ്യക്തമാക്കുന്നത്. സംശയം നിലവിലുള്ളത് എന്താണ് കാരണം എന്നൊക്കെയുള്ളത് നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയും. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടരുകയാണ്. നിലവിൽ 2 യൂണിറ്റ് ഫയർഫോഴ്സ് അവിടെയുണ്ട്. കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സുകൾ അങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നതാണ് നിതിൻ അംബുജൻ നൽകിയ വിവരം.